ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇന്ന് നാം അല്പസമയത്തേക്ക് ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ഇന്ന് അനേക ദൈവമക്കൾക്കും തങ്ങൾ ആരാണെന്നുള്ള ബോധ്യം വളരെ കുറവാണ്. അവർ ലോകത്തിൽ ആയിരിക്കുന്നത് കൊണ്ട്, ലോകക്കാരെ ദൈവത്തെ അറിയാത്തത് കൊണ്ട് നമ്മളെയും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളും ലോകക്കാരെ പോലെ പലപ്പോഴും ആയി പോകുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, കാണുവിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അധികാരമാണ് ദൈവത്തിന്റെ മകൻ എന്നുള്ള ഒരു അധികാരം. അപ്പോൾ ഒരു ദൈവത്തിന്റെ മകൻ എന്നുള്ള അധികാരം പലപ്പോഴും നമ്മൾ ദൈവമക്കളെ മറന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലാണ് നമ്മളത് മറന്നു പോകുന്നത്. ഇനി അതിന്റെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പോ നാം പാപത്തിൽ തുടരുകയാണെങ്കിൽ നാം ആരുടെ മകനാണെന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നാം ദൈവത്തിന്റെ മകനാണെങ്കിൽ നമുക്ക് പാപത്തിൽ തുടരുവാനായിട്ട് സാധിക്കുകയില്ല. പാപം ചെയ്യുന്നവൻ പിശാചാകുന്നു. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നമുക്കുള്ള ഡ്യൂട്ടിയും പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുക എന്നുള്ളതാണ്, നശിപ്പിക്കുക എന്നുള്ളതാണ്. അഴിക്കുക. പിശാച് കെട്ടുന്ന കെട്ടുകൾ പല രീതിയിലും ദൈവമക്കളെ അവൻ കെട്ടിക്കൊണ്ടിരിക്കുക. ദൈവമക്കളാണെന്നുള്ള സംശയം അവരുടെ ഉള്ളിൽ ജനിപ്പിക്കുക, സാഹചര്യങ്ങളൊക്കെ മാറാതെ നിൽക്കുമ്പോൾ ദൈവം നിങ്ങളെ കൈവിട്ടു എന്ന് തോന്നിപ്പിക്കുക. അവൻ അലറുന്ന സിംഹം പോലെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക, ദൈവമക്കളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. പലതരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച് ദൈവജനത്തെ കളിപ്പിക്കുക, കബളിപ്പിക്കുക. ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എന്നെ പല സ്ഥലത്തു നിന്നും ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുകയുണ്ടായി. പഞ്ചാബിൽ നിന്ന് വിളിച്ചു, ബീഹാറിൽ നിന്ന് വിളിച്ചു, അതുപോലെ തന്നെ കേരളത്തിന് തന്നെ പല ജില്ലകളിൽ നിന്ന് എന്നെ വിളിക്കുകയുണ്ടായി. പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും മൂന്നാറിൽ നിന്നെല്ലാം എന്നെ വിളിക്കുകയുണ്ടായി. ഞാൻ എങ്ങോട്ടും പോയില്ല. കാരണം നമ്മുടെ കഷ്ടങ്ങൾക്ക് ശേഷം ദൈവം നമുക്കൊരു മഹത്വം വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് പിശാച് ചില ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച് നമ്മളെ വീഴിക്കുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. നമുക്കൊരു ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടുമ്പോഴത്തേക്കും ഇറങ്ങി ഓടുന്ന അനേകർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ സമയം വരെ നാം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ദൈവം ചില അധികാരങ്ങൾ തന്നിട്ടുണ്ട്, ദൈവികമായ അധികാരം. നാം ദൈവത്തിന്റെ മക്കളാണ്. കാണുവിൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്താണ് ഇത്ര വലിയ സ്നേഹം? അതെ, തൻ്റെ ഒരേ ഒരു മകനെ, തൻ്റെ ഏകജാതനായ പുത്രനെ, കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി തകർത്ത് കളഞ്ഞു. അങ്ങനെയാണ് ദൈവം തൻ്റെ മക്കളായിട്ട് നമ്മളെ തിരഞ്ഞുകൊണ്ടത്. തൻ്റെ മക്കളായിട്ട് ദൈവം നമ്മളെ മുദ്രയിട്ടത് അങ്ങനെയാണ്. വെറുതെ നമ്മളെ അങ്ങ് നീ എൻ്റെ മകനാണെന്ന് പറയല്ലേ. സ്വന്തം പുത്രനെ പകരം കൊടുത്തിട്ടാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന് രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാ. അപ്പം നമ്മളെ നശിപ്പിക്കുവാൻ ഈ ലോകത്തിലുള്ള ഒന്നിനോ പിശാചിനോ സാധ്യമല്ല. എന്നാൽ പലപ്പോഴും നമ്മൾ പിശാച് കാണിക്കുന്ന പെപ്പടി കണ്ടുകൊണ്ട് നമ്മൾ ഭയന്നു പോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഭയപ്പെടല്ലേ, ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളെ കരം പിടിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് സംശയം എവിടെ ജനിപ്പിക്കുന്നത്? ചില കഷ്ടതകൾ, ചില പ്രയാസങ്ങൾ, ചില കെട്ടുകൾ മാറാതെ എങ്ങനെ ഇരിക്കും. അപ്പം ഇങ്ങനെ മാറാതെ ഇരിക്കുമ്പോൾ നമുക്ക് സംശയം വരും. പക്ഷേ ഈ കെട്ടുകൾ ഏറ്റവും കൂടുതൽ നാം കഷ്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിച്ചു, ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. സാധാരണ ഒരു വിശ്വാസിയെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ കൂടുതൽ മേന്മയേറിയ ഒരു പദവിയിലേക്ക് നിങ്ങളെ അവൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ വിശ്വാസികൾക്കുണ്ടാകുന്ന കഷ്ടങ്ങളല്ല, അതിനേക്കാൾ വലിയ കഷ്ടങ്ങളാണ് നിങ്ങൾക്ക് നേരിടുന്നത് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക, ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം ദൈവീയ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഒരു യോഗ്യമായ പാത്രമായി തീരണം ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ ഒരു പരിശീലനത്തോടെ അവൻ കടത്തിവിടുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ഞാൻ അധികം ഈ വചനം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. കാരണം ചുരുങ്ങിയ സമയത്തുള്ള മെസ്സേജുകളാണ് അധികം പേര് ശ്രദ്ധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വളരെ ചുരുക്കട്ടെ, നാം ദൈവത്തിൻ്റെ മക്കളാണ്. നാം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മകനാണെങ്കിൽ നമുക്കൊരു പ്രശ്നം നേരിടുമ്പോൾ നാം എന്ത് ചെയ്യും? നാം ഉടനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കുക, എൻ്റെ അപ്പന് കൊടുക്കാനായിട്ട് പറയും. എൻ്റെ അപ്പൻ പ്രധാനമന്ത്രിയാണെങ്കിൽ അപ്പന് കൊടുക്കാനായിട്ട് പറയും. ഉടനെ കമാൻഡോകൾ ഇറങ്ങും, ഇല്ലേ? നമ്മളെ വിടുവിക്കാൻ തക്കവണ്ണം കമാൻഡോകൾ ഇറങ്ങും. നമ്മളെ ആരാണോ ദ്രോഹിച്ചിരിക്കുന്നത്, നമ്മളെ ആരാണോ ഉപദ്രവിച്ചിരിക്കുന്നത്, അവർക്ക് വേണ്ടി കമാൻഡോകൾ ക്ഷണനേരത്തിൽ ഇറങ്ങി വരും, ഇല്ലേ? നാം ജീവിക്കുന്ന സംസ്ഥാനത്തെ പോലീസുകാർ നമുക്ക് വേണ്ടി ജാഗരൂകരായിട്ട് തരും. എങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു
കോടി ദൂതന്മാരുടെ ദൈവമാണ്. അവന്റെ കയ്യിലിരിക്കുന്ന ദൂതന്മാരെ അവൻ നമുക്കായിട്ട് അയക്കുകയില്ലേ? എത്രയോ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്നറിയാവോ? അതുകൊണ്ട് ദാവീദ് പറയുന്നുണ്ട്, ഒരു സൈന്യം എനിക്കെതിരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ദാവീദിനറിയാം തൻ്റെ ദൈവം തനിക്ക് ചുറ്റും ദൂതന്മാരെ കാവലാക്കി വെച്ചിട്ടുണ്ട്. നാം പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ വീടിന് ചുറ്റും ദൈവം അഗ്നി രഥങ്ങളുമായിട്ട് കുതിരകളുമായിട്ട് ദൂതന്മാരെ ദൈവം കാവലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ഈ കഷ്ടത നീങ്ങും, ഈ കഷ്ടത മാറും. ഇത് നിന്റെ നന്മയ്ക്കാണ്, ഇത് നിനക്ക് ദോഷത്തിനായിട്ടല്ല. അത് നീ മനസ്സിലുറപ്പിക്കുക. നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ കഷ്ടതയും നിന്റെ പരമമായ നന്മയ്ക്കായിട്ട് ദൈവം തീർക്കും. ഇനി വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് വചനം കേട്ട മക്കളെല്ലാം നീ അനുഗ്രഹിക്കണമേ കർത്താവ്. വലിയ പോരാട്ടത്തിലും വലിയ കഷ്ടത്തിലും വലിയ ഞെരുക്കത്തിലും കൂടി അവർ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പിശാചിന്റെ ഉപദ്രവങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നു. കർത്താവിനെ അവർ വിടുവിക്കണമേ കർത്താവിനെ അവർ രക്ഷിക്കണമേ കർത്താവ്. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വീണു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അടിയനെയും സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.